എരുമപ്പെട്ടിയിൽ കിടപ്പുരോഗിയായ വയോധികയെ തെരുവുനായ കടിച്ചു കൊന്നു. മാനസികാസ്വാസ്ഥ്യമുള്ള മകനും തെരുവുനായയുടെ കടിയേറ്റു. എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടി സ്വദേശി കിഴക്കേപ്പുരയ്ക്കൽ വീട്ടിൽ 84 വയസ്സുള്ള കാർത്തിയായനിക്കാണ് ദാരുണാന്ത്യമുണ്ടായത്. വ്യാഴാഴ്ച വൈകിട്ട് 5:30-നും 6:30-നും ഇടയിലാണ് സംഭവം നടന്നത്. 2 വർഷം എല്ല് പൊട്ടിയതിനെ തുടർന്ന് കാർത്തിയായനി കിടപ്പുരോഗിയായി കഴിയുകയായിരുന്നു. മകൻ 60-കാരനായ ദേവദാസ് മാനസികാസ്വാസ്ഥ്യം മൂലം ചികിത്സയ്ക്ക് വിധേയനായി അമ്മയ്ക്കൊപ്പമാണുള്ളത്. വ്യാഴാഴ്ച വൈകിട്ട് 6:30-യോടെ മറ്റൊരു മകനായ മണികണ്ഠൻ ഇരുവർക്കും ഭക്ഷണം നൽകാനെത്തിയതായിരുന്നു. ഈ സമയം തെരുവുനായ പുറത്തേക്ക് ഓടിപ്പോയി. വീടിനകത്ത് കട്ടിലിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു അമ്മ കാർത്തിയായനി. മുഖം ഉൾപ്പെടെ ദേഹമാസകലം മാംസം കടിച്ച് പറിച്ചെടുത്ത് വികൃതമായി ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു വയോധിക. സമീപത്ത് 4 കാൽവിരലുകൾ തെരുവുനായ ഗുരുതരമായി കടിച്ച് പരിക്കേൽപ്പിച്ച നിലയിൽ മകൻ ദേവദാസും. വിവരമറിഞ്ഞ് ഓടിയെത്തിയ തൊഴിലാളി ഉദയരാജനും തെരുവുനായയുടെ കടിയേറ്റു. പരിക്കേറ്റ ദേവദാസിനൊപ്പം കൊല്ലപ്പെട്ട വയോധികയെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിന് പിന്നാലെ ഭയചകിതരായാണ് നാട്ടുകാർ വീടുകളിൽ കഴിഞ്ഞത്. ഇതിനിടെ പോലീസും നാട്ടുകാരും ആക്രമണകാരിയായ തെരുവുനായയെ പിടികൂടാൻ തെരച്ചിൽ തുടങ്ങിയിരുന്നു. തെരുവുനായയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു. തെരുവുനായ്ക്ക് പേവിഷബാധയുണ്ടോ എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാകും. മകൻ സതീഷ് ഓട്ടോ ഓടിച്ചു കിട്ടുന്ന വരുമാനം മാത്രമായിരുന്നു നിർധന കുടുംബത്തിന്റെ ഏക ആശ്രയം. തുകലുപയോഗിച്ച് ചെണ്ട വട്ടമൊരുക്കുന്ന മേഖലയിൽ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായ സാഹചര്യം നിലനിൽക്കെയാണ് ദാരുണമായ സംഭവമുണ്ടായത്.